യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 29, 30, 31 വാക്യങ്ങൾ. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. ബാക്കിയുടെ വായിച്ചു കേൾപ്പിക്കാം. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. മതി. വളരെ ഈടുറ്റ വചനങ്ങളാണ്. എത്ര മണിക്കൂർ പ്രസംഗിച്ചാലും തീരാത്ത പോലെയാണ് ഈ വചനം കിടക്കുന്നത്. അപ്പം നമുക്ക് വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ഈ ദൂതിനെ ഒന്ന് വിവരിക്കാം. സ്തോത്രം. എനിക്കൊരു ആത്മനിയോഗം ദൈവം തരുവാ. ഇതുവരെ നീ വിശ്വസിച്ചു എന്ന തലത്തിന് മാറ്റം വരാൻ പോവാ. നിന്റെ വീടിനെ മൂടിക്കെട്ടിയ സകല അന്ധകാര ശക്തികളും ഇന്ന് കാർമേഘം ഓടി മാറുന്നത് പോലെ ഞാൻ വിഷനിൽ കണ്ടുകൊണ്ടിരിക്കുക. നീ വിശ്വാസതല ഉണർന്നപ്പോൾ നമ്മൾ അല്പം കൂടെ ശ്രദ്ധിച്ചിരിക്കണം. ഇച്ചിരൂടെ കഴിയുമ്പോൾ എനിക്കറിയാം ഈ അന്തരീക്ഷമൊക്കെ മാറാൻ പോവാ. അപ്പോൾ യേശുക്രിസ്തു എന്തുകൊണ്ടാണ് ഹല്ലേലൂയ അവർക്ക് ദൈവത്തിന് സ്തോത്രം ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിക്കാത്തവരെ ശാസിക്കാൻ കാര്യമെന്നാണ് ഞാൻ പറയാൻ വരുന്നത്. നിനക്ക് ചില പാഠങ്ങൾ തന്നേക്കുന്നത് നിന്നെ തകർക്കാനല്ല, നിനക്ക് ചില പാഠങ്ങൾ തന്നത് നിന്നെ വിടുവിക്കാനാ. എത്ര പേര് അതിന് ആമീൻ പറയും? ഹല്ലേലൂയ. വിശ്വസിക്കുന്ന നിന്റെ കുടുംബത്തിനകത്ത് ഈ ദിവസങ്ങളിൽ ചിലത് നടക്കാൻ പോവാ. നമുക്ക് ഇച്ചിരിയുടെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെ. ആ മനുഷ്യൻ ശീലാഹാം കുളത്തിൽ പോയി കണ്ണ് കഴുകിയതിന് ശേഷം പുതിയ കണ്ണുള്ളവനായി തിരിച്ചു വന്നു. ചോദ്യം, വല ഇറക്കുന്നതിന് മുമ്പ് ദൈവത്തിന് സ്തോത്രം മീനെ കണ്ടിട്ടല്ല വലയിറക്കിയത്, വിശ്വസിച്ച് വലയിറക്കിയപ്പോൾ വല നിറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കണം. കുഷ്ഠരോഗിയോട് പറഞ്ഞു, നീ പുരോഹിതന് നിന്നെ തന്നെ കാണിക്കാൻ പറഞ്ഞപ്പം ആ വാക്ക് വിശ്വസിച്ച് പോയവൻ കണ്ട അത്ഭുതം, അവിടെ തനിക്ക് സൗഖ്യം ലഭിച്ചു. 2 കണ്ണും ജന്മന അന്ധനായവൻ്റെ കണ്ണിൽ തുപ്പിയ മണ്ണ് കൊണ്ട് ചേറുണ്ടാക്കിയിട്ട് കണ്ണിപ്പൂശി കുളത്തി കഴിച്ച് തിരിച്ചു വന്നപ്പം പുതിയ കണ്ണ് ലഭിച്ചവനായി തിരിച്ചു വന്നു. യേശു കൂടെ നടത്തി പഠിപ്പിച്ചത് കണ്ടിട്ട് വിശ്വസിക്കാനല്ല, കാണാതെ വിശ്വസിക്കാനാ.